ശിവ പിടിച്ച് വെളി കളവനെ. ഇവനൊന്ന് സൽക്കരിക്കാതെ എങ്ങനെയാട്ടാ വിടുന്നത്? രാജീവേട്ട എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമൊന്നുമില്ല. എന്തിനാ നിങ്ങളെ തല്ലിയത്? ചേച്ചി ഒന്നുമില്ല. ഞാൻ ഈ രാജീവിനോടൊരു കാര്യം സംസാരിച്ചല്ലേ. ഇതെന്തായാലും ശരിയായില്ല. എവിടെ? പ്രിയേ, നമ്മൾ തമ്മിൽ ഒന്നുകൂടെ സംസാരിച്ച ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഞാൻ നിങ്ങളുടെ ആരുടെ ശത്രുവല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഇനിയൊരു അക്ഷരം നീ വേണ്ടി പോരുത്. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. ആ രോഗത്തിന് എന്ത് ചികിത്സയാ വേണ്ടതെന്നും എനിക്കറിയാം. നിന്നെ ശിക്ഷിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് തവണ നീ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ജീവനെടുക്കാൻ കത്തി കൊടുത്ത് അയച്ചിട്ട് പോലും നിന്നോട് ഞാൻ ക്ഷമിച്ചു. അത് നിന്നെ പോലും മനോരോഗിയെ ഭയന്നിട്ടൊന്നുമല്ല, എന്റെ മരുമകളുടെ സഹോദരനാണെന്നുള്ള ഒറ്റ പരിഗണന കൊണ്ടാ. ഇനി നിനക്ക് മാപ്പില്ല. ശിവ കൊണ്ടുപോയവനെ. എന്താ എന്താ? സോറി രാജീവ്, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സാരമില്ല ഏട്ടാ, ഞാനും ഇതൊന്നും കാര്യമാക്കിയിട്ടില്ല. എന്നാലും എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൻ ഇങ്ങനെ കാണിക്കാൻ ധൈര്യം കാണിച്ചില്ല മോനെ. ഇതിന്റെ പേര് ധൈര്യമൊന്നല്ല, സ്വന്തം വിധി ഇരന്ന് വാങ്ങലെന്നാ. ഇതൊന്നും കണ്ട അങ്കിള് ഭയപ്പെടണ്ട. നമ്മൾ തീരുമാനിച്ചതിലൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല. പ്രിയ മുറിയിലേക്ക് കൊണ്ടുവയ്ക്കോ. ഇനി മേലിൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. എന്റെ ഏട്ടനൊരു വാക്ക് പറഞ്ഞ ആ നിമിഷം നിന്നെ തീർക്കും ഞാൻ. കാണാം. ഇതൊന്നും കൊണ്ട് ഞാൻ പിന്മാറുമെന്ന് നീ കരുതണ്ട. ഞാൻ ആഗ്രഹിച്ചത് ഞാൻ സ്വന്തമാക്കിയിരിക്കും. നീ എന്റെ മേലിൽ ഇപ്പൊ ഒന്നിലധികം തവണ കൈ വെച്ചു. ഇതിനുള്ളൊരു സദ്യ നിനക്ക് ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ ശരി, പോട്ടെ ശിവ. വിട്ടോ വിട്ടോ, ചെല്ലേ. അവനെ വെറുതെ വിട്ടത് ശരിയായില്ല ഏട്ടാ. ചില സമയം ക്ഷമ കൊണ്ടേ നമുക്ക് ജയിക്കാനാവും. അവനുള്ളത് ഇരന്ന് വാങ്ങാൻ അവൻ ഇനിയും വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നീ വാ. ആഘോഷത്തിന്റെ കൊടി താഴ്ന്നു. നേർക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. രാജീവ് എവിടുന്നോ വന്നു കയറിയ ഒരു നരന്ത് പയ്യൻ, അവനും എന്നെ വെല്ലുവിളിച്ചു. DKയുടെ ബലത്തിൽ. അവിനാഷ്,
കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കരുത്. പ്രിയയുടെ കാര്യത്തിൽ DKയോടും ജ്യോതിയോടും പ്രത്യക്ഷത്തിൽ ഒരു വെല്ലുവിളിയോ ഏറ്റുമുട്ടലോ പാടില്ലായിരുന്നു. ഈ കല്യാണം നടത്തേണ്ടത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും വാശിയുമാണ്. എന്റെയും. എല്ലായ്പ്പോഴും നമുക്കുമേൽ ആധിപത്യം സ്ഥാപിച്ച് നമ്മളെ ഭരിച്ചിരുന്ന ഒരാളെ, നമ്മളെന്നും ഭയത്തോടെയും ബഹുമാനത്തോടെയും മാത്രം നോക്കിയിരുന്ന ഒരാളെ ഇങ്ങനെ നേർക്ക് നേരെ വെല്ലുവിളിക്കുന്നത് ഒരു വല്ലാത്ത ലഹരി തന്നെയാണ്. DK എന്ന വൻമരം, അമരാവതിയിൽ എതിർവാക്കില്ലാത്ത മഹാരാജാവ്, അയാളോടൊന്ന് ഏറ്റുമുട്ടാനും ജയിക്കാനും ഇതിനേക്കാൾ വലിയൊരവസരം വേറെ കിട്ടില്ല. ബുദ്ധിയുള്ളവർ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങരുത്. ഇറങ്ങിയാൽ കാട്ടാളന്റെ കരുത്തോടെ എല്ലാം തകർത്ത് ജയിക്കണം. DKയ്ക്ക് മേൽ അങ്ങനൊരു വിജയം സാധ്യമാകും. സാധിക്കും. ഇതിൽ DK ഞാൻ ജയിക്കും. ഹലോ, എന്താ സഹദേവ? മാഡം, കാര്യങ്ങളൊക്കെ കുഴഞ്ഞിരിക്കുകയാണ്. വിഘ്നേഷ് സാറിന്റെ PA ഇപ്പോൾ വിളിച്ചിരുന്നു. എന്താ പ്രശ്നം? അമരമോട് സംസാരിക്കാൻ വേണ്ടി വിഘ്നേഷ് സാർ വിളിച്ചപ്പോ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ മോള് ഫോൺ കട്ട് ചെയ്തു. സാറ് ആകെ ദേഷ്യത്തിലാ. ഇവൾ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നേ? മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് മാഡം. അതെന്ത് പ്രശ്നം? അഡ്വാൻസ് എന്ന് ഒരുപാട് പേർ പണം തിരികെ ചോദിക്കുന്നുണ്ട്. എത്രയും വേഗം അമരമോൾ തുടർന്നും സിനിമയിൽ അഭിനയിക്കുമെന്നൊരു വാർത്ത കൊടുത്തേ പറ്റൂ. എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ വാങ്ങിയ പണം മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടി വരും. മാഡത്തിനറിയാലോ, എല്ലാം കൂടി ഏകദേശം 5 കോടിയിലധികം വരും. ഇപ്പോഴത്തെ അവസ്ഥയില്. ശരി സഹദേവ, ഞാനത് ഡീൽ ചെയ്തോളാം. ഒരാഴ്ചക്കുള്ളിൽ കാര്യങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാക്കാന്ന് പറഞ്ഞാൽ മതി. ശരി മാഡം. ഓക്കെ. എന്താ എന്താ പ്രശ്നം? അവൻ തന്നെയാണ് പ്രശ്നം. SK. അവൻ കാരണം കോടികളുടെ നഷ്ടമാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായില്ല. അവനെ കുറിച്ച് വീണ്ടും അറിഞ്ഞതിന് ശേഷമാണ് അവള് സിനിമ അഭിനയം നിർത്താൻ തീരുമാനിച്ചത്. ഓ, ഇപ്പോ ഞാൻ ഭയന്നത് കഴിഞ്ഞ ദിവസം സംഭവിച്ചു. ശിവയും അമലയും തമ്മിൽ കണ്ടു. ഒരിക്കലും നടക്കരുതെന്ന് ഞാൻ കരുതിയ അവരുടെ കൂടിക്കാഴ്ച. അവൻ അവളോടും അവൾ തിരിച്ചവനോടും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നെനിക്കൊരു നിശ്ചയമില്ല. അതുകൊള്ളാം. വർഷങ്ങൾക്ക് ശേഷം പഴയ പ്രണയകഥയിലെ നായകനും നായികയും വീണ്ടും കണ്ടുമുട്ടുന്നു. അവർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും? ഒരുപക്ഷെ ചില രഹസ്യങ്ങൾ പോലും അവർ തമ്മിൽ കൈമാറിയിട്ടുണ്ടാവും. എന്ത് രഹസ്യം? അതെനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു ടെൻഷനും വിപ്ലവവും ഒക്കെ ഈ മുഖത്തുണ്ട്. എന്താ, ശരിയല്ലേ? ഒന്ന് ഞെട്ടി. അപ്പൊ ആരോടും പറയാൻ പറ്റാത്ത രഹസ്യങ്ങളുണ്ട്. രഹസ്യങ്ങളില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ടോ അവിനാഷ്? എല്ലാവരും എപ്പോഴും സത്യങ്ങൾ പറയുന്നു എന്നത് തന്നെ ഒരു സങ്കല്പമല്ലേ? കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം കെട്ടി അതിനുള്ളിൽ അവന്റേത് മാത്രമായ ഒരു കഥയുണ്ടാക്കി അതിൽ സ്വയം അഭിനയിച്ച് ജീവിതം ഹോമിക്കുന്നവരാണ് ഭൂരിപക്ഷം മനുഷ്യരും. ഒടുവിൽ കളവുകൾ ഒന്നൊന്നായി തകർന്നു വീഴുമ്പോൾ ജീവിതം തകർന്നെന്ന് നിലവിളിക്കും. അത് മനുഷ്യ സഹജമായ നിസ്സഹായ അവസ്ഥയാണ്. പക്ഷേ ഇവിടെ എനിക്കതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. കോടികൾ എന്റെ നഷ്ടം. തിരികെ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് അവളെ കൊണ്ട് പറയിച്ചേ പറ്റൂ. അതിനു മുൻപ് ആ ശിവയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. അതിനൊരു വഴിയേ ഉള്ളൂ.
അമരാവതി ചെന്ന് അവനോട് നേരിട്ട് ചോദിക്കണം. SKയോട്. എന്താ ധൈര്യമുണ്ടോ? പോകും. ഒരിക്കൽ കൂടി ഞാൻ അമരാവതിയിലേക്ക് പോകും. അവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. DK എനിക്ക് നൽകിയ വാക്ക് അനിയൻ തെറ്റിക്കോന്ന് എനിക്കൊന്ന് അറിയണം. എന്നാ പിന്നെ താമസിക്കണ്ട. നാളെ രാവിലെ തന്നെ അമരാവതി കണി കണ്ടുണരേണ്ടത് ഹിരൺമയി മാഡത്തിനെ ആയിരിക്കണം. കേട്ടോ സുധാകരൻ നായരെ, ഈ കല്യാണം ഒന്ന് കഴിയുന്നതുവരെ ഒരു സമാധാനവും ഇല്ല. ഇവളെന്നെ അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അത് പിന്നെ അമ്മമാരുടെ നെഞ്ചിലെ ആദി നിങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. മക്കൾ എത്ര വലുതായാലും ഞങ്ങൾ അമ്മമാർക്ക് അവർ കുഞ്ഞുങ്ങൾ തന്നെയാ. അപ്പൊ പിന്നെ ഇതുപോലൊരുത്തം കൊല്ലൂന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ സമാധാനമായിട്ടിരിക്കും? അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ? സഹിക്കാവുന്നതിന്റെ പരിധി കഴിഞ്ഞപ്പോഴാ ഞാൻ ഇടപെട്ടത്. മോൻ ചെയ്തതിൽ ആരും ഒരു തെറ്റും പറയില്ല. മാത്രമല്ല അത് നന്നായി. കല്യാണം കഴിഞ്ഞും അവനിവളുടെ പിന്നാലെ വരുമെന്ന് എന്റെ പേടി. ആശാലത പറഞ്ഞതിലും കാര്യമില്ലാതില്ല. ഇവളീ പറഞ്ഞതിനൊരു പരിഹാരമായിട്ടാ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞാലും അവൻ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ബന്ധു ദുബായിലുണ്ട്. കുറച്ച് നാളത്തേക്ക് ഇവരെ നമുക്ക് അങ്ങോട്ടയക്കാം. അതൊരു നല്ല കാര്യോ. ഇതങ്ങനെ ഒരു പേടിച്ചോട്ടമായിട്ടൊന്നും കാണണ്ട. ഒരു ഹണിമൂൺ ട്രിപ്പായിട്ട് കണ്ടാ മതി. അത് നല്ല കാര്യമാ. എന്നാലും നമുക്ക് DK ആയിട്ടൊന്ന് ആലോചിക്കണ്ടേ? ആലോചിക്കാനൊന്നുമില്ല. DKയോട് ഞാനിത് ഫോണിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അപ്പോഴത്തെ സാഹചര്യം പോലെ. ചോദിച്ച ഫയൽ ഇത് നീ പ്രിപ്പയർ ചെയ്താണോ? അത് സമയത്ത് അവര് തരാതെ വന്നപ്പോ ഞാൻ തന്നെ ചെയ്തതാ. എന്തേ, ശരിയായില്ലേ? കുഴപ്പമില്ല, തൽക്കാലം ഇത് മതി. അയ്യടാ, കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ റിപ്പോർട്ടായത്. അതൊന്ന് നന്നായി എന്നൊരു വാക്ക് പറഞ്ഞാ ചേട്ടന്റെ കൈ കിടക്കുന്ന വള ഊരി പോവോ? കുഴപ്പമില്ല പോലും. ദുഷ്ടൻ. ക്ഷമിക്കണം. എപ്പോഴും നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നതിന് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. പക്ഷേ വരേണ്ടി വന്നാ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ വലിയ അഭിമാനിയല്ലേ? കൊടുത്ത വാക്ക് തെറ്റിക്കാത്ത ആളല്ലേ? എന്നിട്ടും നിങ്ങൾ പറയുന്ന വരയിൽ കൂടി നടക്കുന്ന സ്വന്തം അനിയൻ എന്തേ നിങ്ങളുടെ വാക്ക് തെറ്റിച്ചു? ശിവ ഇനി എന്റെ മകളുടെ പിന്നാലെ വരില്ലെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതെ, ആ വാക്ക് അവൻ തെറ്റിക്കില്ല, അതെനിക്ക് ഉറപ്പാ. എങ്കിൽ പിന്നെ ഇനി അവൻ നിങ്ങളുടെ അനിയനല്ലെന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. ഞങ്ങളെ മാത്രമല്ല, നിങ്ങളെയും അവൻ ചതിച്ചു. അനാവശ്യം പറയരുത്. ശിവ എന്ത് ചെയ്തെന്നാ നിങ്ങളീ പറയുന്നത്? അവൻ എന്റെ മോളെ കണ്ടു. നോ, നിങ്ങൾ കള്ളം പറയാണ്. എന്റെ അനിയൻ ആരെയും കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ
നിങ്ങൾ സ്വന്തം അനിയനോട് തന്നെ ചോദിച്ചു നോക്ക്. ഞാനാണോ അവനാണോ കള്ളം പറയുന്നതെന്ന് അപ്പൊ തെളിയുമല്ലോ. എവിടെ? വിളിക്ക്. ശിവ, 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 ഇവർ ഈ പറയുന്ന സത്യമാണോ? നീ എനിക്ക് തന്ന വാക്ക് തെറ്റിക്കില്ലെന്ന എന്റെ വിശ്വാസം. അതുകൊണ്ടാ ഇവരുടെ മകളുടെ പിന്നാലെ നീ ഇനി ചെല്ലില്ലാന്ന് ഞാൻ വാക്ക് കൊടുത്തത്. എന്നിട്ടിപ്പോ ഇവര് പറയുന്നു നീ ആ വാക്ക് തെറ്റിച്ചെന്ന്. സത്യം പറ ശിവ, നീ ആ പെൺകുട്ടിയെ കാണാൻ പോയിരുന്നോ? പോയി. ഏട്ടന്റെ വാക്കിന് ഇതാണോ നീ വിലയിട്ടിരിക്കുന്നത്? കൊള്ളാം. ഏട്ടാ, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. വേണ്ട, വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ പറയുന്നത് ദയവായിട്ട് കേക്ക്. അമല വിളിച്ചിട്ടാ ഞാൻ അവളെ കാണാൻ പോയത്. അഞ്ചു മിനിറ്റ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. എന്നിട്ട് ഞാൻ തിരികെ പോന്നു. പോരുന്നതിന് മുമ്പ് ഞാൻ അവളോടൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ മറക്കണമെന്ന്. ഇനി ഒരിക്കലും എന്നെ വിളിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പഴയ ബന്ധം പുതുക്കാനോ ഏട്ടന്റെ വാക്ക് തെറ്റിക്കാനോ അല്ല ഞാൻ പോയത്. പിന്നെ നിങ്ങളെന്താ 5 മിനിറ്റ് സംസാരിച്ചത്? അത് പറയാൻ നിർവാഹമില്ല. അത് ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാ. നിശ്ചയിച്ച കല്യാണം വേണ്ടെന്ന് അവളിപ്പോ പറയുന്നത്. നീ അതിന് കാരണം. ഒരിക്കലുമല്ല. നിങ്ങളുടെ മകളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇനി ഒരിക്കലും വരില്ല. ഏട്ടാ, ഞാൻ അമലയെ കണ്ടതും കല്യാണം മുടങ്ങിയതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏട്ടനെ ഞാൻ ധിക്കരിച്ചിട്ടില്ല. നിങ്ങളുടെ മകളുടെ കല്യാണം നടത്താൻ ഞാനൊരു തടസ്സമാവില്ല. ഇപ്പൊ എന്തായി? അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അതിനപ്പുറം എനിക്കും ഒന്നും പറയാനില്ല. നിങ്ങളുടെ മുഖത്ത് നല്ല ഭയമുണ്ട്. അതിനർത്ഥം നിങ്ങളുടെ മകൾ ഇപ്പോഴും ശിവയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നല്ല സംശയമുണ്ട്. പക്ഷെ ശിവ ഇനി നിങ്ങളുടെ മകളെ തേടി വരില്ല. അതുപോലെ നിങ്ങളുടെ മകളുടെ ഫോണിൽ നിന്നൊരു കോൾ ശിവയെ തേടിയും വരരുത്. മനസ്സിലായോ? വരില്ല. ശിവ, ഏട്ടൻ ആകപ്പാടെ ചൂടില്ല. ഏട്ടൻ കൊടുത്ത വാക്ക് തെറ്റിച്ചതിലുള്ള ദേഷ്യം. ഞാൻ ഏട്ടൻ കൊടുത്ത വാക്കൊന്നും തെറ്റിക്കാൻ പോയതല്ല. പിന്നെ എന്തിനാ അവളെ കാണാൻ പോയത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ,
അവൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, ഞാൻ കാണാൻ പോയി. അത്രേ ഉള്ളൂ. അവൾ എന്താ നിന്നോട് പറഞ്ഞത്?